സംഭവം ഫുള്ളി നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തത് നമ്മുടെ സ്വന്തം DLX എന്നറിയപ്പെടുന്ന ദിൽഷാദ് ബ്രോ ആണ്. ഇതിന്റെ പിന്നാലെ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. വലിച്ചെടുത്ത് എപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ. ഏകദേശം 1 മാസത്തോളം ഇതിന്റെ പിന്നാലെയാണ് നമ്മള്, ഞാന്, ദിൽഷാദ് ബ്രോ, പിന്നെ അതേപോലെ മാലിക്, ചാർലി, പിന്നെ നമ്മുടെ സൈഫർ, അതേപോലെ തന്നെ കാള്, അങ്ങനെ കുറെ പേര്, ഷെയ്ഖിന്റെ ടീം. ദിൽഷാദ് ബ്രോ ആണ് മെയിൻ ആയിട്ട് ഇതെല്ലാം ഫുള്ളി സ്പോൺസറും. കൂടി വന്നിട്ട് ഷെയ്ക്ക് ഉള്ളിൽ പോവാലോ. അതെ അതെ, കുറിപ്പ് വരട്ടെ. എടാ ഇത് എനിക്ക് ലോഡായിട്ടില്ല കേട്ടാ. അല്ല ലോഡായി. ദിൽഷാദ്ബ്രോന്റെ ലോകമാണല്ലോ കടന്ന് കറങ്ങുന്നത്. ഞാനത് ഇപ്പഴാ കടക്കുന്നത്. ലോഡായിട്ടില്ല. ഇപ്പൊ ലോഡായി. എടാ എന്റെ ക്യാമറ പക്ക ഒരു മിനിറ്റ്. എടാ എന്റെ ക്യാമറ ഭയങ്കര ഫ്രണ്ടിലാണോ? ബാക്കോട്ട് ഇരിക്കണേന് മോണിറ്റർ കുറച്ച് ബാക്കോട്ട് നിൽക്കേണ്ടി വരും മിക്കവാറും. ഒറ്റ മിനിറ്റ്. ഞാൻ എപ്പോഴും ക്യാമറന്റെ ഭയങ്കര ഫ്രണ്ടിൽ ഇരിക്കുന്ന പോലെ ഉണ്ട്. അതാ. അയ്യോ ഓക്കെ, ഇപ്പൊ സെറ്റല്ലേ? ഓക്കെ സെറ്റല്ലേ? How was the cinematics now? കൊള്ളാടാ മോനെ. നിങ്ങളൊന്ന് ഈ ഇവന്റ് കയറിക്കോന്ന് പറഞ്ഞു. വരാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. വരാൻ നോക്കുന്നുണ്ട്, പറ്റുന്നില്ല. ഞങ്ങളുടെ കൂടെ ഇരിപ്പുണ്ട് പുറത്ത്. എന്നാ കേറാം. കേറല്ലേ? ഇതെന്തുവാടാ ബിലാലേ പരിപാടി? വെടിക്കെട്ട് പൊട്ടി തീരുമ്പോഴേക്കും ക്ലൈമാക്സിലെ സൗണ്ട് ഞാൻ ഉണ്ടാക്കാൻ പാടില്ല. നീ ലീക്കറാണോ ഒഫീഷ്യലി? മനസ്സിലായതിന്റെ എന്താ ആ റൈറ്റ് സൈഡിലത് ബിലാലെ? ആ റെഡ് കളർ ലോഗോ അങ്ങനെയുണ്ട്. കൊള്ളാം സംഭവ വിഷയം. താമര എവിടെ? അതല്ല ബിലാലെ, അതെന്താണ്? ഞാൻ പറഞ്ഞോടത്തേക്കല്ലാണ്ട് പോവല്ലേ? ഇവിടെ ആദ്യം കാണും. ഇങ്ങോട്ട് വരാം എടുത്തിട്ടാ. ബിലാൽ എന്താ ചെയ്യണേ അവിടെ? അയ്യോ ഇവിടെ എന്താ ലോക്കൊക്കെ ബിലാലെ? ഡോറ ബിലാലിന്റെ ഓറ. ഓ ബിലാൽ അടിപൊളി ബിലാൽ. ഇത് അറക്കാൻ കൊണ്ടുപോണതിന് മുമ്പ് പോത്തേക്ക് വെള്ളം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ആ പരിപാടി അല്ലല്ലോ ഇത്. ഇറക്കാൻ കൊണ്ടുപോകണ്ട ചേച്ചി. ഒരു മെമ്മറിയിലൂടെ നമുക്ക് പോവാം. ഞാൻ ഇത് ഫേസ് ക്യാം ഓഫ് ആക്കണേ. എന്തിനാണ് എന്നെ ഇങ്ങനെ ആക്കുന്നത്? സൗണ്ട് കുറവുണ്ടോ?
മാലിക് പറ. ആ ഓക്കെ ഓക്കെ. ഫേസ് ക്യാം ഓഫ് ആക്കിയിട്ട് തരാൻ വേണ്ടിട്ട്. FPP ആക്കി കാണില്ല. എന്റെ കണ്ണട ഉണ്ട് കണ്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമാറ്റിക്സ് ആണെങ്കിലും അതിന് ഭയങ്കര ഒരു ഫീലിംഗ് ഉണ്ട്. പാസ്റ്റ് ഭയങ്കര രീതിക്ക് മിസ്സാവും. എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം. നിങ്ങൾ ഇന്നേ ഒരു തെറ്റുപോലും ആരോടും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ അണ്ണന് പണ്ടെന്നൊരു വാക്കുണ്ട്. അണ്ണൻ എവിടെ പോയാലും ആരുടെ കൂടെ നിന്നാലും അണ്ണൻ്റെ ഒപ്പം ഞാൻ തന്നെ ഉണ്ടാവും. നമ്മളുണ്ടാവും ഷെയ്ക്ക് കൂടെ. ഇത്ര നാളെ ഒരുമിച്ചല്ലേ പോയാ, ഇനി ഒരുമിച്ച് അങ്ങ് പോയാ മതി. ഇതൊന്നും നമ്മുടെ ഡൗൺ ടൈം അല്ല, ഇതൊക്കെ നമ്മുടെ സർവൈവിങ് സ്റ്റേജാണ്. നമ്മളിത് ഒരുമിച്ച് ഓവർകം ചെയ്യും. ഷെയ്ക്ക് നിന്റെ പുറകിൽ 1000 പേരുണ്ടെന്നുള്ള ധൈര്യം നിനക്കുണ്ടെങ്കിൽ നിനക്ക് ഒരു യുദ്ധം ജയിക്കാനാവും. എന്നാൽ നീ മുന്നിൽ നിൽക്കുന്നു എന്ന ധൈര്യം പുറകിൽ നിൽക്കുന്ന 1000 പേർക്കുണ്ടായാൽ ഈ ലോകം നീ കീഴടക്കും. എന്താടാ കഴിഞ്ഞ പ്രാവശ്യം നിന്റെ കയ്യിൽ നിന്നൊരു ബാഗ് കട്ടു എന്ന് പറഞ്ഞതിന് നിന്റെ ആളുകൾ അവരെ എല്ലാം എല്ലായിടത്തും തല്ലുകൊള്ളി ഉസ്മാനാണ്. നോക്ക്, നീ ഇവിടെ എന്റെ കസ്റ്റഡി. നമ്മളെല്ലായിടത്തും വെയിറ്റ് ആയിക്കാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. സിനിമാറ്റിക്സിലൊക്കെ കിഡ്നാപ്പ് ചെയ്യാനും എല്ലാത്തിനും കൊണ്ടേക്ക് പറഞ്ഞാണ്ട് കൊടുക്കുന്ന ഉസ്മാനാണ്. ചെറുക്കനെ തൊട്ടത് ആരായാലും നാളത്തെ സൂര്യോദയം അവൻ കാണരുത്, മനസ്സിലായോ? നമ്മളൊന്നുമല്ല ലോക കറങ്ങി നോക്കടാ ദിൽഷാ ബ്രോന്റെ. നമ്മുടെ പിള്ളേരെ വിട്ടോട്ട് തുടങ്ങി. ഇതിങ്ങനെ വിട്ടാ കൊള്ളാലേ വിഷയം. ഇതെന്തായാലും ചോദിക്കണം. ചാർലി ചെയ്തേക്കാരം കഴിച്ചത്. അവന്മാരെ വിളിക്കട്ടെ. സെറ്റപ്പ് എല്ലാം അലക്സ് പോയി. അത് Run it up, hit them up, give them that funk like serving that thump right out of that trunk like run it up, fuck it up. Run it up, hit them up, we just got one night, give them that funk right into the sunlight. Run it up, hit them up. Run it up, hit them up, give them that funk like serving that thump right out of that trunk like run it up, fuck it up. അലക്സ് ഒക്കെ പോയി. പഴയ വീഡിയോ ആണ്. Run it up, hit them up, give them that. Run
run it up, hit them up, give them that. Give them that funk like serving that dope right out of that trunk like run it up, fuck it up. Give them that funk like serving that dope right out of that trunk like run it up, fuck it up. The cinematics ever made. ഇതൊന്നുമല്ല, വേറൊരു സാധനം ലോഡിംഗ് ആണ്. അത് നിങ്ങൾ ഞാൻ പറയാം, അത് ഹൈപ്പിനുള്ള സാധനം ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല, അതിന് വരിപ്പോൾ ഒന്നും പറയണില്ല, അത് വരുമ്പോൾ കണ്ടാൽ മതി. ഹലോ ഗൈസ്, ഹലോ. www. ഇതെന്ത് ജസ്റ്റ് ഒരു അന്നാ വീഡിയോയില് ബ്ലേക്ക് പറഞ്ഞ ഡയലോഗ് എല്ലാരും ജസ്റ്റ് ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ എന്തിനാണ് ഇവിടെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്നുള്ള എന്റെ സർപ്രൈസ് എല്ലാവർക്കും ആ നിന്ന് കറങ്ങണ സാധനത്തിന്റെ ഉള്ളില് എന്തായിരിക്കും എന്നുള്ളതിന്റെ സർപ്രൈസ് ആണ് ഞാനിപ്പോ VC പൊളിക്കാൻ വരുന്നത്. മാലിക്ക് ഇപ്പൊ ഒരു പ്രീമിയർ ഇടും, എല്ലാരും VC വാ. VC ശരിക്കും സ്ക്രീൻ ഷെയർ ചെയ്യോ? VC മാലിക്കിന്റെ ചാനലിൽ ഒരു പ്രീമിയർ വരും. VC വന്നോ? എല്ലാരും VC വരണേ. VC വാടാ, എല്ലാരും VC വാ, പുറത്തു വാ. ഇവിടം വരെ എനിക്ക് ഇതിന്റെ അപ്പുറത്തേക്ക് എനിക്കറിയില്ലേ. എന്ത് ഇതിനെപ്പറ്റി ഒന്ന് എവിടെ ഇതാരാ ജോസ്? എന്തോ ബടാ സംഭവം വരുവാണ്. സിറ്റുവേഷൻ വന്ന എല്ലാരും വന്നേന്നെങ്കില് കൊടുക്കണോടാ. എവിടെ മാലിക്? എന്തേ അല്ല, മാലിക് മേലെ വരും. മാലിക് വരും. ശരിക്ക മാലിക്കിന്റെ ചാനൽ എടുത്തോ. ഒന്ന് കറങ്ങാതോ? എന്താടാ പ്രീമിയർ ഇട്ടു. യൂട്യൂബിലാ? സൈലന്റ്. Today's presence. സിനിമ ആണെന്ന് ഒരു ഐഡിയ ഇല്ല ബ്രോ.
ബാബാപ്പന്റെ തന്നെയാണത്. ദിൽഷാദാണത്. ഉള്ള കണ്ടെയ്നർ ഓപ്പൺ ചെയ്ത് നോക്ക്. വില്ലനാണ്. ആ സിമ്പൽ എനിക്ക് ഓർമ്മയുണ്ട്. ഇതിവിടെ വെച്ച് തുറക്കണ്ട. ബോസ്, നമ്മളെ ട്രക്ക് പോലീസ് കൊണ്ടുപോയി. ഇനി എനിക്കറിയാം എന്താ ചെയ്യണ്ടേ എന്ന്. ഇതാരാ? ഓഹോ, മാലിക്കൊക്കെ ഇല്ലൂമിനാട്ടിന്റെ വിങ്സ് ഒക്കെ മാലിക്കല്. ഇങ്ങിന്റെ അണ്ടി അണ്ണന് വന്നൊരു സാധനം കൊണ്ടുവന്ന കേട്ടെ, അത് തിരിച്ചെടുക്കാൻ പറഞ്ഞു. അയ്യോ ഇതെന്ത് സിനിമ? എടാ നല്ല പൈസ ഇറക്കി ചാർലി പാട്ട് കിട്ടും മടുത്ത്. ട്രാക്ക് മാറ്റട്ടെ. ഓ തീരെ ഇതാരാ കുറെ നേരം എന്റെ അമ്മ കുരുറൈസർ അത് അയ്യോ എടുക്കാൻ പോവാ. ഞമ്മങ്ങിയ വണ്ടി കൊള്ളാട്ടാ സാധനം സീൻ. കണ്ടിട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ, കഴിയുന്നുണ്ട്. ആർക്കുള്ള ട്രക്കാണെന്നറിഞ്ഞോ? മിണ്ടല്ലേ ചോദിച്ചപ്പോ ഏതോ ഒരു നുഹ്മാൻ. എന്തിനാടാ നീ ഇങ്ങനെ പേടിച്ചു തുള്ളുന്നത്? വെറും ഒരു ചെക്കനല്ലേ അവൻ. അവനെ പോലെ എത്ര പേരെ നമ്മൾ കുഴിച്ചു മൂടിയിരിക്കുന്നു. എടാ, നീ അത് വിചാരിക്കുന്ന പോലെ ഒരാളല്ല. തോക്കും ആയുധങ്ങളും ഉണ്ടായിട്ടാണോ നീ പെണ്ണിനെ പോലെ ഒളിച്ചിരുന്ന് കരയുന്നത്? ആരാടാ അവൻ? നമ്മൾ തീർന്നു. അവൻ നമ്മളെ ഓരോരുത്തരെയായി വേട്ടയാടും. അവൻ മനുഷ്യനല്ല, ഹീസ് എ മോൺസ്റ്റർ. ഫ്രെയിമാളിയാ പൂശി
വിഷയം സാധനം കേട്ടോ, വിഷയം വിഷയം. ഓ പുതിയ വണ്ടി തിളങ്ങണോക്ക്. കൊള്ളട തീൻ സാധനം. വിഷയടാ വിഷയം വിഷയം വിഷയം. നമ്മ മാലിക് ഒക്കിട്. ആ എന്താ അഭിപ്രായം? കിടില സാധനം, സൂപ്പർ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം സാധനം. ബ്രോ താങ്ക് യു ഫോർ ദ 2000 കിക്ക് പോയിന്റ്സ് മീൻസ് ലോട്ട്. ദിൽഷാദ് ബ്രോ ലവ് യു ലവ് യു ലവ് യു ലവ് യു. ഡയറക്ടർ സീരിയസ് ആയിട്ട് പറയലോ, സീൻ സാധനം, വിഷയം സാധനം. ഇനി ഷെയ്ക്ക് എല്ലാരും ഗെയിമിലേക്ക് വാ, സെറ്റ് ചെയ്യുക. ഏതാ മോനെ ഇത്ര മാസമായാലും ഷൂട്ട് ഇട്ടാണ് നടത്താം മാലിക്. താങ്ക് യു ഫോർ ദ 500 കിക്ക് പോയിന്റ്സ്. ദിൽഷാദ് ബ്രോ ഓറ സീരിയസ്ലി പറയാലോ, ലവ് യു ഗൈസ്, ലവ് യു താങ്ക് യു. മാലിക വിഷയം സിനിമാറ്റിക്സ് എടാ, സീൻ സാധനം. 8 മിനിറ്റ് ആണെന്നുണ്ടെങ്കിലും കിഡിലും സാധനം കേട്ടോ. ഫ്രെയിം ഞാൻ സത്യം പറയല്ലോ, ഇവനെ സ്പൂൺ ഫീഡ് ചെയ്ത് സ്പൂൺ ഫീഡ് ചെയ്ത് ഞാൻ നാശാക്കുന്ന തോന്നുന്നുണ്ട്. ഇവനല്ലാതെ തന്നെ നല്ല കിഡിലും പോലെ ചെയ്തിക്കണത്. എനിക്കെന്താ പറയുക, ഞാൻ എപ്പോഴും നമ്മളെ സിനിമാറ്റിക്സ് എന്തിറക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ തന്നെ ഇരുന്ന് ഇന്ന ഫ്രെയിം വേണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ വെക്കണം, ഇന്ന ഷോട്ടാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ ഇരുത്തി ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട്. മനസ്സിലായോ എനിക്ക് ഈ സാധനം ആണെന്നുള്ളത്. പക്ഷേ ഇത് ലിറ്ററലി ഈ സാധനം ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല, അറിയാത്ത ഒരു സാധനമാണിത്. പക്ഷെ ഇത് കണ്ടേ പറയട്ടെ, ഇതൊരു ഫ്രെയിം എല്ലാം കിടിലൻ സാധന, വിഷയം സാധനം. സൂയി ആൾവേസ്, അതെ സൂയി ഫോർ എ റീസൺ. W in the chat. ആ ഹലോ ചാർലി വന്നൂലേ? ചാർലി എല്ലാം പണിത് നീ അവിടെ അതെനിക്ക് എക്സ്പെക്ട് ചെയ്യാലോ. എങ്ങനെയുണ്ട് ചാർലിയുടെ വർക്ക്? കിടിലം. ഇനി കാണാൻ പോണുള്ളൂ. ഇനി കാണാൻ പോണുള്ളൂ. ഇജുണ്ടാ നമ്മുടെ സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് ചെറിയ സർപ്രൈസ് ആയിരിക്കില്ല. എന്താണ്? കാണാം, വണ്ടി കാണാം. ആ എല്ലാരും വരട്ടെ, ബാ എല്ലാരും ലെഫ്റ്റ് ഏതാ പള്ളിയാ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ബിലാലെ? ചാർലിയുടെ കലാവിരുതാണ്. ചാർലി ഒരു കഴിവേറി തന്നെയല്ലേ ചാർലി? എന്താ ഇത് ഇതാണോ? കൊള്ളാടാ, തല കറങ്ങുന്ന ലോകം താഴ്ത്തു. കൊള്ളാട്ടാ, ഏറ്റവും കൂടുതലുണ്ടോ? അല്ല അത് ഇതാ ഫോട്ടോ കണ്ട് വെയിറ്റ് ഒന്ന് പറയുന്നതാണ് ഇത്. എനിക്ക് ഇവിടെ ഇതായി കണ്ട് കൊള്ളാലേ ചാറ്റ്. എന്ത് അടിയില് നോക്കട്ടെ, വണ്ടി ഒന്ന് കാണട്ടെ ആദ്യം. കൊള്ളാലേ ചാറ്റ്. ലോഗോ കിടില സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ലോഗോ. എന്താ ഫോട്ടോ എടുക്കാനാണോ?
ചാർലി എന്റെ അടുത്തല്ല. ആ പറശ്ശേക്കെ. എവിടെ? ആരുടെ അടുത്ത് ചാവി? അല്ല ഇപ്പൊ തരും. ഇതെല്ലാം എടുക്കാൻ പറ്റൂല. ശരിക്കും ഈ നമുക്ക് ഈ പരിപാടിക്കൊക്കെ വേണ്ടിട്ട് നമ്മളൊക്കെ ഹെൽപ്പ് ചെയ്തത് ആസ്ട്രിക്സിലെ കുറെ അഡ്മിൻസ് ആണ്. നമ്മളെ പോലെ തന്നെ അവരും മാക്സിമം ഈ പരിപാടിക്ക് വേണ്ടിട്ട് പരമാവധി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കും കൂടി ഈ ടൈമില് ഒരു താങ്ക്സ് പറയാണ്. അത്രേ ഉള്ളൂ. ഭയങ്കര സപ്പോർട്ടീവ് ആണ് അവന്മാരല്ലോ. എല്ലാ അഡ്മിൻസിനും നോക്കട്ടെ. ഇത് ഇവിടെ നിന്ന് പുറത്തുകൊണ്ട് നടക്കൂല. അപ്പൊ താഴെ വണ്ടി വേറെ സ്പോൺ ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ. എന്താ ഫെയില്? കുറുപ്പേ കുരുതറ പുതിയ വണ്ടി ഉണ്ടടാ. ഇത് പോവാ? അങ്ങനെ പോകുന്നില്ല. പോടാ മരടക്കടറി. മറ്റേ വണ്ടി അല്ല ഇന്നെ ആയിക്കോട്ടെ. കുറുപ്പിന് വണ്ടി ഇറക്കുന്നുണ്ടോ? അല്ല എനിക്കൊരു 1 മണിക്കൂറുടെ മെമ്പർ സിനിമാറ്റിക്സ് ഒക്കെ വരും കൈസ്. അതൊന്നല്ല. പിന്നെ ഞാൻ 4-ാം തീയതി വരുള്ളൂ. ശേഖേ അന്ന് നമുക്ക് റേസ് വെക്കാം. നീ എന്തല്ലോ കടം ബാക്കി വെച്ചിട്ടല്ലേ പോകുന്നേ? 4-ാം തീയതി ഇച്ചിരി വരവാണ് ശേഖേ. വെറുതെ തന്തക്ക് വിളിച്ച് പുറത്തിരിക്കുന്നതല്ലേ ശേഖേ? അത് ഞാൻ എന്റെ ലീഡറിനെ അമ്പിന്ന് വിളിച്ചാൽ അത് ആ ഏവനാണെങ്കിലും ഞാൻ തന്തയ്ക്കല്ല. അത് ക്രോം കുറുപ്പല്ലേ? അറിയാം. പുറത്തുനിന്ന് എടുക്കാം. പുറത്തുനിന്ന് അടിച്ചു നോക്കാം. മാലിക് എടാ നോക്കിയ കുണ്ണെ, നിനക്കറിയായിരുന്നടാ അത്? വണ്ടിയല്ല, ഈ സംഭവം അറിയായിരുന്ന? ഇതാണ് അവന്മാരെ ഞാൻ ഡിസപ്പോയിന്റഡ് ആവില്ല എന്ന് പറഞ്ഞു കേട്ടാ. ഇതെന്താ 41? കൊള്ളാട്ടാ ചാറ്റല്ലേ മാറി തന്ന. എന്തായാലും അടിപൊളി സംഭവം, കിടിലം. അതാരാ? ഫ്ലഫി ഡൗൺ. ഗോഡ് മോഡ് മാക്. നമ്മളല്ലാതെ ആര്? ലവ് യുടാ. ഞാൻ അതൊന്ന് ഓടിച്ചേക്കട്ടെ. ഞാനിത് സൗണ്ട് കുറവാകുന്നുണ്ട്. ഇതെന്താ ഇതിന്റെ ഇൻഡിക്കേറ്റർ എപ്പോഴും ഇതാവോ? ബിലാലെ ഇവിടെ ഒന്നുമില്ലല്ലോ. നിങ്ങൾ ഗ്യാങ് ഹൗസിൽ വന്നാ? നിങ്ങൾ അങ്ങോട്ട് വാ. ചാർലി വരെ കൂട്ടിട്ട് വാ. ഇതെങ്ങനെയാടാ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കുക ഇതിന്റെ? കൊള്ളടാ. കൊള്ള. ഇത് മറ്റേ ഒരു വെനം ടൈപ്പ് ആണ്. കണ്ട ഒരു കണ്ണില്ലാതെ ആ ഒരു സാധനം ഉണ്ടല്ലോ. ഒരു കണ്ണിന്റെ അവിടെ നോക്കി എന്താ ചുമലയാ? ഒരു കണ്ണില്ല. ഇൻസൈഡ് ഒക്കെ ഒരു ഇട്ട് കഴിച്ചു. ഒറ്റ ഇട്ട് കഴിച്ചു. ഗ്യാങ് ഹൗസ് ഒന്ന് മറക്കട്ടെ. കൊള്ള. ഇൻസൈഡ് കൊള്ള. നമ്മളെ എങ്ങോട്ടല്ലേ പോയത്? കുറുപ്പിന്റെ വണ്ടി ഇറങ്ങുമ്പോഴത്തേക്കും എല്ലാവർക്കും ഉള്ള പുതിയ ഇനി എന്തേലും ഉണ്ടോന്നോ? ഇനിയൊന്നും ഇല്ല തോന്നുന്നുണ്ട്. കുറുപ്പിന്റെ വണ്ടി, മാക്കിന്റെ വണ്ടി, അല്ല എന്റെ പേരടിച്ചൊരു വണ്ടി ഇപ്പൊ പുതിയത് തന്നെ. നല്ല സ്പീഡ് ഉണ്ടടാ. അമ്മാണല്ലോ പോകുന്നത്. സൗണ്ടും കൊള്ളാട്ടാ. ഇതാണ് ഉമ്മാര് ഒരു മാസമായിട്ട് ഇതിന്റെ ബാക്കിലാണെന്ന് പറഞ്ഞത്.
പക്ഷെ ഞമ്മക്ക് എന്ന് 2 സീറ്റർ വണ്ടിയാണല്ലോ കഴിച്ചത് എപ്പോഴും. നിങ്ങൾ ശ്രദ്ധിച്ചിക്കണോ? എനിക്ക് എപ്പോഴും 2 സീറ്റ് വണ്ടിയേ ഞാൻ എടുക്കാറുള്ളൂ. നമ്മളാ G-Wagon അല്ലാതെ നമ്മളെ ഒരു വണ്ടി നമുക്ക് 4 സീറ്റ് 5 സീറ്റ് ഒന്നും ഇല്ല നമ്മുടെ അടുത്ത്. എല്ലാം BMW ആയിക്കോട്ടെ, റോൾസ് എല്ലാം. കൊള്ളാട്ടോ ഇതിന്റെ ഹാൻഡിലിംഗ് എല്ലാം വിഷയം. ഒന്നാമത്തെ കാര്യം എനിക്ക് ഉറപ്പാണ് ഈ വണ്ടി ഞാൻ കാണുന്നതിനെക്കാട്ടിലും ഒരു 5 ഇരട്ടി ലുക്ക് ആണെന്ന്. കാരണം ഞാൻ മറ്റേ PVP സ്പെക്കിൽ ഇട്ടേക്കണേ, ലോ റെസൊല്യൂഷൻ PVP റെസൊല്യൂഷനിലാണ് എന്റെ കിടക്കുന്നത്. എന്നിട്ട് എന്നെ വണ്ടി നീ റെസൊല്യൂഷൻ എല്ലാം മാറ്റി കളിക്കാൻ തുടങ്ങിയപ്പോ എന്താ എന്ത് റോട്ടിലൊരു ലൈറ്റ്, റോഡിന്റെ നടുക്കെന്താ അത്? ക്യാമറ നെറ്റോ? സർപ്രൈസ് എന്താ കഴിഞ്ഞില് കത്തിച്ചു അത്ര. സത്യം പറയല്ലോ അതെ, ദിൽഷാ ബ്രോ അല്ല നിനക്ക് വെയിറ്റ് ചെയ്യണം. ഇതൊന്ന് ഇവിടെ എത്തിക്കട്ടെ. ഞാൻ പറയട്ടെ ദിൽഷാ ബ്രോ, ഇതൊന്നും അല്ല ചാറ്റ്. ഞാൻ ഇപ്പൊ ഇന്ന് ഇപ്പം അത് ഒരിക്കലും സത്യം പറഞ്ഞാൽ ഞാൻ സ്ട്രീമിൽ പറയാൻ പറ്റൂല. സ്ട്രീമിൽ പറയാൻ താല്പര്യം ഇല്ലാത്തൊരു കേസുമാണ്. വേറൊരു ആവശ്യത്തിന് വേറൊരു രീതിക്കുള്ളൊരു സംഭവമാണ് അത്. ഒരിക്കലും സ്ട്രീമിൽ നമ്മൾ പറയൂല. പക്ഷെ ആ ഒരു കാര്യത്തിന് വേണ്ടി പോലും ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഓഫ് സ്ട്രീമിൽ വരെ ഇത്രയും സപ്പോർട്ട് ചെയ്യണ, സീരിയസ് ആയിട്ട് പറയല്ല, ഒരു ബ്രദർ എന്ന് പറയുന്നത് പുള്ളിയാണ്. മനസ്സിലായ? അതിപ്പോൾ ഞാൻ ഈ ഷെയ്ക്കിൻ്റെ ടീം എന്ന് പറഞ്ഞാൽ ഒരു 10-40 പേരോളം ഉണ്ട് നമുക്ക് പുറത്ത്. മോഡ്സ്, അഡ്മിൻസ്, അങ്ങനെ കുറേ മോഡറേറ്റേഴ്സ്, എഡിറ്റേഴ്സ്, GFX ടീം, VFX ടീം, കുറേ ടീമുണ്ട് നമ്മളെ. എല്ലാവർക്കും എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുന്ന ഒരേ ഒരാൾ പുള്ളി മാത്രമാണ്. ഫുള്ളി കമ്മിറ്റഡ് ആയിട്ടൊരു ഒരാൾ ഗ്യാങ്ങിൻ്റെ പുറത്തുനിന്ന് പറയാൻ പറ്റില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സിറ്റിക്ക് അകത്ത് കളിക്കുന്ന ഒരു റോളില്ലാന്ന് മാത്രമേ ഉള്ളൂ പുള്ളി. ശരിക്കും പുള്ളി ഇതിൻ്റെ ഒരു കോ ലീഡറോ അല്ലെങ്കിൽ ഒരു മെയിനാണ്. മനസ്സിലായ ബിലാലേ? ഓ ലവ് യുടാ. എന്ത്? ഹലോ കേട്ടില്ലേ? എന്ത് ലവ് യു. ഇത് എനിക്ക് മാത്രമായിട്ടല്ല. ഇല്ലല്ല, ഉമ്മാരെ വിളിച്ചാണ്. ചാർലി മാലിക്കിനൊക്കെ ഒന്ന് വിളിച്ചാണടാ. മറ്റേ മാലിക്ക് ഇവിടെ ഉണ്ടാവുന്നുണ്ട് സിറ്റിയിൽ. മാലിക്ക് ഞാൻ പുറത്ത് കൊടുത്തോളാം. ഞാൻ പറയട്ടെ, ആ വിഷയം പോലെ ചെയ്തടാ സിനിമാറ്റിക്സ് എല്ലാം. ഞങ്ങള് പറഞ്ഞില്ലേ 1 മാസത്തെ കഷ്ടപ്പാടാണ് ഇത് ഫുള്ള്. വീട്ടിലെ പോലെ ചെയ്ത് സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു സിനിമാറ്റിക്സ് പുതിയതുണ്ട് എന്നുള്ളത്. പക്ഷെ സംഭവിച്ചാല് ഇത് എന്റെ ഒരു വട്ടം ലീക്കായിരുന്നു. എങ്ങനെ? ഇത് ഞാൻ സ്ട്രീം ചെയ്ത ടൈമില് ബീപോപ്പാണ് ഇത് ചെയ്തത്. അപ്പോ ഞാൻ 70യുടെ ഒരു ടിക്കറ്റ് ഓപ്പൺ ആയി ലൈവില്. ഒരു മിനിറ്റ്, ഈ സാധനം നോക്കി. ചാർലിനോട് മാക്കിനോട് കൂടി ബാക്കിൽ വരാൻ പറഞ്ഞിട്ട് ചാർലി മാക്ക് ഒന്ന് ബാക്കിലേക്ക് വാടാ ഗാംഗോസിന്റെ. ഞാൻ കണ്ടേന്നു ഇത്. ഞാൻ സത്യം പറയട്ടെ, ഞാൻ ഇന്ന് ഈ സാധനം കണ്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ അത് ലീക്കായത് നന്നായി. ഞങ്ങളിത് വേറെ രീതിയിലാ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു. ആ ലീക്കായപ്പോ വാശിയായി ഇത് ഇത്തിരി കൂടി മേനയാക്കണം എന്ന് വിചാരിച്ചിട്ട് വണ്ടി. അങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റിലോട്ട് എത്തിയത്. സംഭവം സത്യം പറയലോ W ഇതിന് ഒന്നിനും ക്രെഡിറ്റ് ഞാൻ ഏറ്റെടുക്കില്ല. അതിന്റെ ഫുൾ ക്രെഡിറ്റ് ദിൽഷാദ് ബ്രോ ആണ്. പുള്ളിയാണ്. ഇല്ല എന്നാലും കൊണ്ടട നമ്മളിതൊരു അവതരണം